നമസ്കാരം, റോവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് അൽമാട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് അസ്താനയിലോട്ടുള്ള ട്രെയിൻ പിടിക്കണം. ഇതാണ് അൽമാട്ടി ട്രെയിൻ സ്റ്റേഷൻ. നമുക്ക് ഇവിടെ നിന്നാണ് അസ്താനയിലേക്കുള്ള ട്രെയിൻ. 3:50 ട്രെയിൻ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി. The luggage drop facility here now. Pharmacy. Coffee vending machine ആണ്. എല്ലാത്തിനും ഇപ്പം ഒരു മിൽക്കി ചോക്ലേറ്റും ഒരു ലാറ്റെ മെഷാറ്റോ മേടിച്ചു 250. അപ്പം ഇവിടെ കോയിൻ ഇട്ടാൽ നമുക്ക് ഇതിലൂടെ ഇതാണ് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടേഴ്സും വെയിറ്റിംഗ് ഏരിയയും. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉടനീളം ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. കൂടുതലും ആപ്പിളൊക്കെയാണ് ഇവർ ഇപ്പോൾ വിൽക്കുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പം ഇതാണ് നമ്മൾ അസ്താനയിലേക്ക് പോകുന്ന ട്രെയിൻ. 3:53 ഇത് ഇവിടുന്ന് സ്റ്റാർട്ടാവുന്നത്. ഇതാണ് നമ്മുടെ വാഗൺ 13. ഓക്കെ, 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് tickets.kz എന്നൊരു വെബ്സൈറ്റാണ്. അതിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ബുക്കിംഗ് രീതി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രയുടെ 3 ആഴ്ച മുന്നേ ഒരു അഡ്വാൻസായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മളവിടെയൊക്കെ IRCTCയിൽ നമുക്ക് 3 മാസം മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു 2-3 ആഴ്ച മുന്നേ തൊട്ട് ടിക്കറ്റ് വിൻഡോ ഓപ്പൺ ആവുന്നു. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ വാഗണാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് 2 പേർക്കും കൂടെ വരുന്ന ചാർജ് 18,900 ടെങ്കിയാണ്. ഇത് ആക്ച്വലി 15 മണിക്കൂറുണ്ട് നമ്മൾ ആസ്ഥാനത്തെത്തും. ഇത് കുറച്ച് ഫാസ്റ്റാണ് ഈ ട്രെയിൻ. വേറെ അല്ലാതെ 22 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിനുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് എത്തുന്നത്. ഇതിപ്പം 3:53 എടുക്കും. ഒരു 7:30 ആകുമ്പോൾ നമ്മൾ ആസ്ഥാനയിലെത്തും. അപ്പം നമുക്കിപ്പം ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, 2 അഡീഷണൽ ലൈറ്റ് വരുന്നുണ്ട്. ഇത് അപ്പർ ബർത്താണ്, ഇത് ലോവർ. പിന്നെ മുകളിൽ ഇവിടെ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇത് സ്പീക്കറാണ് പാട്ടിൻ്റെ. എനിക്ക് പാട്ടല്ല, ചിലപ്പോൾ അനൗൺസ്മെൻ്റ് ആയിരിക്കും. വണ്ടി എടുക്കുമ്പോൾ അത് ആക്റ്റീവ് ആവും. പിന്നെ ഗ്ലാസ് ബ്രേക്ക്, ഒരു ഹാമറുണ്ട്. ഫ്രീ വൈഫൈ ഉണ്ട് പിന്നെ ട്രെയിനിൽ. പിന്നെ ഇത് മുകളിൽ ലഗേജ് റാക്കാണ്. നമുക്ക് പിന്നെ പില്ലോ ഉണ്ട് അഡീഷണലായിട്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻഫർമേഷൻ ആയിരിക്കും, കാരണം ക്ലിക്ക് ചെയ്യുന്നില്ല. ഈ അപ്പർ ബർത്ത് ആക്ച്വലി താഴോട്ടാക്കണമെങ്കിൽ ഒരു ലോക്ക് ഉണ്ട്. അത് ഇവരുടെ ആണ്. ലോക്ക് ഒന്ന് മാറ്റി തരും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും. അതിനോട് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. ഒരു പില്ലോ വരുന്നുണ്ട്. വേറൊരു കാര്യം ക്യാബിനിൽ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഇത് ടേബിളാണ്. നമുക്കിത് ലിഫ്റ്റ് ചെയ്താൽ വാഷ് ബേസിനാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടുപിടിച്ചതാണ്. കൊള്ളാമല്ലേ സെറ്റപ്പ്? ഇപ്പോൾ ടേബിളായി. നമുക്ക് ഈ ബാത്റൂം ഒന്ന് നോക്കാം. ഞങ്ങൾ ആപ്പിൾ മേടിച്ചേ. ആക്ച്വലി ഒരു ബാസ്ക്കറ്റ് നിറച്ചേ കൊടുക്കത്തുള്ളൂ. പക്ഷേ ബാസ്ക്കറ്റ് നിറച്ചാകുമ്പോഴത്തേനും 2000 ടെങ്ക്. ഞങ്ങളൊരു 4 ആപ്പിൾ മേടിച്ചു. അതിന് 160 ഇന്ത്യൻ റുപ്പി, അതായത് 800 ടെങ്ക്. നല്ല ആപ്പിളാണ്, നല്ല തണുത്തിരിക്കുന്നു, നല്ല ടേസ്റ്റ്. കൊള്ളാം, ആപ്പിളുള്ളൂ. നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ചില്ല, കഴിക്കാൻ പറയാം. ഇത് പാൻട്രിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ട്രെയിനിലുള്ള ഫുഡിൻ്റെ ഒക്കെ മെനു ആണ്. ട്രെയിൻ സ്റ്റാർട്ടായി നമ്മളിപ്പോൾ അൽമാട്ടിയിലെ റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ശരിക്കും അസ്താന വരുന്നത് കസാഖിസ്ഥാൻ്റെ നോർത്ത് സെൻട്രൽ പാർട്ടിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി അൽമാറ്റയേക്കാളും തണുപ്പ് കൂടുതലാണ് അസ്താനയിൽ. ഇതിപ്പോൾ ഫുള്ള് ഔട്ട്സ്കേർട്സ് ആണ്, ഫുള്ള് മഞ്ഞ് അങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇവിടെയൊക്കെ എന്താണെന്ന് ചിലപ്പോൾ മഞ്ഞ് ടൈം മാറി വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെയൊക്കെ എന്തായിരുന്നു എന്ന്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്, ഇത്രയും മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്നത്. നമ്മളിപ്പോൾ ഏതൊരു സ്റ്റേഷനിലെത്തി. ആക്ച്വലി ഈ ട്രെയിനിൽ സ്റ്റോപ്പ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ 15 മണിക്കൂറിൻ്റെ എത്തുന്നത്. സാധാരണ ബാക്കിയുള്ള ഇതിൻ്റെ അടുത്തൊരു ട്രെയിൻ ഉണ്ട്, അത് 22 മണിക്കൂർ എടുക്കും എത്താനായിട്ട്. അതിന് കമ്പാരിറ്റീവ്ലി ചാർജ് കുറവാണ് ഇതിനേക്കാളും. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമാണ്, ഒരു നല്ലൊരു കാഴ്ച, മഞ്ഞിൽ സൺസെറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നത്. രാത്രി ഡിന്നർ കഴിഞ്ഞു, ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. കേക്ക്, ഹണി കേക്കാണ് മേടിച്ചത്. കൊള്ളാം സംഭവം, ഈ സംവിധാനം കൊള്ളാം. ട്രെയിനകത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ളത് നമ്മുടെ നാട്ടിലെ ട്രെയിനിലും വരും, ഭാവിയിൽ വരും. ഇപ്പം വന്ദേ ഭാരതൊക്കെ വരുന്നുണ്ടല്ലോ, ഫ്യൂച്ചറിൽ വരും. നിലവിലില്ല, ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. മറ്റത് നോർമലി ഇപ്പം കൊണ്ടുവരാണല്ലോ, അതിപ്പോൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് ടേബിളിൽ വരും, ഇവിടെ നിന്ന് കഴിക്കാം. ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ അസ്താനയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അൽമാൽട്ടിയിൽ നിന്ന് അസ്താനയിലേക്ക് ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു 1.5-2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. പക്ഷേ ഈ ട്രെയിൻ യാത്ര വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കസാഖിസ്ഥാൻ ഐറ്റിനറിയിൽ അസ്താന ഉണ്ടെങ്കിൽ ഈ ഒരു ട്രെയിൻ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക, സമയം ഉണ്ടെങ്കിൽ. എന്തായാലും മറക്കാനാവാത്തൊരു ട്രെയിൻ ജേർണി ആയിരിക്കും അൽമാട്ടി ടു അസ്താന. Dear passengers, attention please. Almaty to Urumqi fast train number 3 has arrived at this terminal. The exit to cities metro escalators located on the platform. The carrier is a dry stop company. Passenger trip. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഞങ്ങളൊരു ബസ് പിടിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അസ്താന എക്സ്പോ സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ ഡയറക്റ്റ് ബസ് കിട്ടി. അപ്പോൾ ബസ്സിൽ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിൽ നിന്നൊരു 25 മിനിറ്റ് ബസ് ട്രാവലുണ്ട് അങ്ങോട്ടേക്ക്. ഇവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. എക്സ്പോ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് ബസ് ഇറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. ഞങ്ങളിപ്പോൾ അസ്താനയിൽ വന്നു, അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ഒരു പക്കാതി വീടുകൾ തന്നെയാണ്, വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ബെഡും പില്ലയും എല്ലാം ഉണ്ട്. പിന്നെ ബാത്ത് ടവലും, ബാത്ത് ടവലല്ല, ബാത്ത് ഒക്കെ ഉണ്ട്. അയൺ ബോക്സ് ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. താഴെ ഒരു പാർക്കാണ്. കഴിക്കാനുള്ളൊരു ടേബിള്. ഇവിടെ കിച്ചണാണ്. ഇവിടെ ഡൈനിങ് ടേബിളുണ്ട്. മൈക്രോവേവ് ഓവൻ, ഗ്യാസ് സ്റ്റൗ, ചിമ്മിനി, പിന്നെ ഫ്രിഡ്ജ്. മിക്കവാറും ബാത്റൂമായിരിക്കും. അതൊരു ബാത്റൂമാണ്. ഒരു ബാത്ത് ടബുണ്ട്. ടോയ്ലറ്ററീസ് ഉണ്ട്. സോപ്പും ഷേവിങ് കിറ്റും ബ്രഷും പേസ്റ്റും എല്ലാം ഉണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ 2 ചെരുപ്പുണ്ട്, അകത്തിട്ട് നടക്കാനായിട്ടുള്ള ചെരുപ്പുണ്ട്. ഇതും എയർബിഎൻബി എന്നാണ് ബുക്ക് ചെയ്തത്.
ഇതിന് 2 നൈറ്റിൽ ടാക്സും കൂടെ ചേർത്ത് 6000 സംതിങ് ആണ് വരുന്നത്.